സാലി ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ. മക്കൾക്ക് SB മിസ് എന്ന് വിളിക്കാം. മക്കളെ, നിങ്ങളുടെ എക്സാം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. സോ സ്റ്റോപ്പ് ഡൗട്ടിങ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെ പറ്റി തന്നെ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അയ്യോ, എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് റെഡിയാക്കാൻ പറ്റുമോ, ഭയങ്കര പ്രശ്നമാവോ, എക്സാമിന് പൊട്ടോ, ഇങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും വിക്ടറി നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. സോ എന്റെ മക്കൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ഡൗട്ടിങ് യുവർ സെൽഫ്, വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻസ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എന്റെ മക്കളെ പഠിച്ചാൽ അടിപൊളിയായിട്ട് എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. സോ നമ്മുടെ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി മിസ്സും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഏത് ചാപ്റ്ററിലാണ് മക്കളെ? ലൈഫ് വിത്തിൻ ദ സീഡ്, വിത്തിനുള്ളിലെ ജീവൻ എന്ന് പറയുന്ന കുഞ്ഞു ചാപ്റ്ററിന്റെ മക്കൾക്ക് പഠിക്കാനില്ലേ? അതിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കും അതുപോലെ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് മക്കളുടെ മുമ്പിൽ മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കല്ലേടെ മക്കളെ, ഏതൊക്കെയാന്ന് നോക്കാം. നോക്കൂ, താഴെ കൊടുത്ത ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. AB എന്ന് പറയുന്ന പോർഷനും C എന്ന് പറയുന്ന പോർഷനും ഏതെന്ന് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സസ്യം വളരുമ്പോൾ ഇവയിൽ ഓരോ ഭാഗത്തും എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഐഡന്റിഫൈ ദ പാർട്ട് മാർക്ക് ABC. അതേപോലെ വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ഈച്ച് ഓഫ് ദീസ് പാർട്സ് ആസ് ദ പ്ലാൻ ഗ്രോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ മക്കളെ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ബീജമൂലം? ആദ്യം പുറത്ത് വരുന്ന ആളാണ് ബീജമൂലം അഥവാ റാഡിക്കൽ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ അപ്പൊ A പാർട്ട് എന്റെ മക്കൾക്ക് മനസ്സിലായി. B പാർട്ട് എന്താ? മുകൾ ഭാഗത്ത് വിത്ത് മുളച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് പിന്നെ പോകുന്ന എന്താ? താഴത്തോട്ട് പോകുന്നത് ബീജമൂലമാണെങ്കിൽ അത് റാഡിക്കൽ ആണെങ്കിൽ മുകളിലോട്ട് പോകുന്നത് നമ്മുടെ കോട്ടലിഡറാണ് അഥവാ നമുക്ക് എന്ത് പറയാം? ബീജപത്രം എന്ന് പറയാം അല്ലെ, ബീജപത്രം. ദെൻ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പ്ലമ്യൂള, ബീജശീർഷം മുകളിലോട്ട് പോകുന്നുണ്ട് അല്ലെ. റാഡിക്കലും പ്ലമ്യൂളാണ് നമ്മൾ പഠിക്കുന്നത്. സോ ABC എന്ന് പറഞ്ഞ എന്റെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ ഈ ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ജെർമിനേഷൻ ഓഫ് സീഡിന്റെ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ABC നമുക്ക് കിട്ടിയില്ലേ? ഈസി ആയിട്ട് നമ്മൾ ഒരു 2 മാർക്ക് വാങ്ങിച്ചല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ക്ലാസിഫൈ ദ ഫോളോയിങ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ പെക്യൂലിയാരിറ്റീസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. പാഡി, ടാപ്പിയോക്ക, ബ്രയോഫിലം, ബ്രെഡ് ഫ്രൂട്ട്, പീ, ജാസ്മിൻ, കറി ലീവ്സ്, നിലപ്പന. നെല്ല്, മരച്ചീനി, ഇലമുളച്ചി, ശീമപ്ലാവ്, പയറ്, മുല്ല, കറിവേപ്പ്, നിലപ്പന തന്നിട്ട് ഇതിൽ നിന്ന് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇത് തരം തിരിച്ച് എഴുതാനാ മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്ത് പറയാൻ പറ്റും? വിത്ത് മുളച്ചുണ്ടാവുന്നത് ഇതിൽ ഏതൊക്കെയാന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൽ നോക്കിയാൽ മനസ്സിലാവും. നെല്ലൊക്കെ വിത്തിൽ നിന്നുണ്ടാവുന്ന അല്ലെ. നെല്ലൊക്കെ നമ്മൾ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ വാരി വിതറിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തെടുക്കുക? കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക അല്ലെ, നമ്മള് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ വേറെ ഇതിൽ ഇല മുളച്ചിന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരും? ഇല മുളച്ചിട്ടാ ഉണ്ടാവുന്നത്. സോ ഇലയിൽ നിന്ന് മുളച്ചുണ്ടാവുന്ന പ്ലാന്റ്സ് എന്ന് പറയാം. പിന്നെ നമുക്ക് ഇത് പറയാൻ പറ്റും. മരച്ചീനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെയാ മക്കളെ? നമ്മുടെ കപ്പയൊക്കെ എങ്ങനെയാ നമ്മൾ നടുക? അത് തണ്ടല്ലേ, അതിന്റെ തണ്ട് വെട്ടിയിട്ട് അതാണ് നമ്മൾ നടുക. തണ്ട് മുളച്ചിട്ടുണ്ടാവുന്നവ. വേര് മുളച്ചിട്ടുണ്ടാവുന്നവയാണ് നമ്മുടെ കറിവേപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലെ. അത് നമ്മുടെ തൈയോട് കൂടിയിട്ട് വെക്കുന്നതാണ്. സോ വേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ നിന്ന് വിത്ത് മുളച്ചുണ്ടാവുന്ന എക്സാമ്പിൾ ആണ് നെല്ല്, അതേപോലെ പാഡി, അതേപോലെ പയറ്, പീ എന്ന് നമുക്ക് പറയാം. ഇല മുളച്ചുണ്ടാവുന്നതാണ്. ഇല മുളച്ചിന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇല മുളച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അതേപോലെ നിലപ്പന എന്ന് പറയുന്നത് ഇലയിൽ നിന്ന് മുളച്ചിട്ടുണ്ടാകുന്നതാണ്. ദെൻ തണ്ട് മുളച്ചുണ്ടാവുന്ന എക്സാമ്പിൾ ആണ് മരച്ചീനി, അതേപോലെ മുല്ല. മുല്ലയുടെ ഒക്കെ നമ്മൾ കുഞ്ഞിയതായിട്ടുള്ള ഒരു തണ്ട് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ കൊണ്ടേ നടുക അല്ലെ. ഇനി വേര് മുളച്ചിട്ടുണ്ടാകുന്ന എക്സാമ്പിൾ ആണ് ശീമപ്ലാവും, അതേപോലെ കറിവേപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട്? നമ്മുടെ പാഡി എന്ന് പറയുന്നത് ഏതാ മക്കളെ? പാഡി എന്ന് പറയുന്നത് നമ്മുടെ വിത്ത് മുളച്ച സീഡ് ജെർമിനേറ്റ് ചെയ്തുണ്ടാവുന്നതാണ്. ടാപ്പിയോക്ക ആണെങ്കിൽ അത് തണ്ട് മുളച്ചിട്ടാണ്, സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ബ്രയോഫിലം ആണെങ്കിൽ ഇല മുളച്ചയാണെങ്കിൽ ഇലയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ലീഫിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആൻഡ് ബ്രെഡ് ഫ്രൂട്ട്സ്, പീ, ജാസ്മിൻ, അതൊക്കെ മിസ് ഓൾറെഡി പറഞ്ഞു. സോ എന്റെ മക്കളെ എന്ത് ചെയ്യുക? അത് പഠിച്ചു പോവുക. വെരി 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 ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. റെഡി? അപ്പൊ നമ്മൾ അതിലൂടെ വേറൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു അല്ലെ. എന്താണ് ജെർമിനേഷൻ ഓഫ് സീഡ് എന്ന് എന്റെ മക്കൾക്ക് ഷുവർ ആയിട്ട് അറിയണം. വിത്തിനുള്ളിലെ ഭ്രൂണം അനുകൂലമായ സാഹചര്യത്തിൽ തൈയായി വളരുന്ന പ്രക്രിയയാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. ജെർമിനേഷൻ ഓഫ് സീഡ് എന്ന് പറയുന്നത് വിത്തിൽ നിന്ന് പുതിയ ആൾ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെ, വിത്തിൽ നിന്ന് ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് പുതിയ ആൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് ജെർമിനേഷൻ ഓഫ് സീഡ്, ബീജാങ്കുരണം എന്ന് പറയാം. വിത്തിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് വെള്ളം വിത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് എന്ത് വേണം?
വാട്ടർ വേണം. നമ്മളെ പോലെ തന്നെയാണ് അവരും അല്ലെ. അവർക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? മുളച്ചു വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം, വാട്ടർ വേണം. ആൻഡ് അത് കുതിർന്ന് പുറം പാളി പൊട്ടിയതിന് ശേഷം ആണ് എന്താണ് നമ്മുടെ വിത്തൊക്കെ പുറത്തോട്ട് വരിക. അതേപോലെ അതിന് എന്താവശ്യമാണ് മക്കളെ? ഭ്രൂണം ശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്, ബ്രത്തും അവർ ചെയ്യുന്നുണ്ട്. സോ അവർ ബ്രീത്ത് എടുക്കുന്നുണ്ട്, റെസ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ അവർക്ക് എന്താവശ്യമാണ്? മിനിറ്റ് പോറിലൂടെ അവർക്ക് വാട്ടർ എൻറ്റർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ജെർമിനേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക. ജെർമിനേഷൻ ഇസ് എ പ്രോസസ് ഓഫ് എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻടു ദ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റൻസ്. അതും മക്കളെ പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മളോട് ചോദിച്ചിരുന്നു, വിത്ത് മുളച്ച് വരുന്ന സമയത്ത് ആദ്യം പുറത്ത് വരുന്നത് ആരാ? നമ്മുടെ എന്താണ് താഴ്ഭാഗം അല്ലേ, റൂട്ടല്ലേ. സോ അതുകൊണ്ട് തന്നെ ബീജമൂലമാണ്, റാഡിക്കൽ ആണ് ആദ്യമായിട്ട് വരുന്നത്. അതെന്തായിട്ട് മാറാ ചെയ്യുന്നത്? ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരായിട്ട് മാറാണ്. മിസ് അത് സിമ്പിൾ ആയിട്ട് R² എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. റൂട്ടായിട്ട് മാറുന്നത് ആരാണ്? റാഡിക്കൽ ആണ്, ബീജമൂലമാണ്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് നമ്മുടെ പ്ലിമ്യൂൾ അല്ലെ, അഥവാ ബീജശീർഷം. തലാന്ന് ആലോചിക്കുക, ശീർഷം നമ്മൾ തല എന്നുള്ള ഭാഗം ആലോചിക്കുക. തലഭാഗം എന്ന് പറയുമ്പോൾ മുകളിലോട്ട് പോകുന്ന ആള്. മുകളിലോട്ട് പോകാന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സ്റ്റെം എന്നാണ് അർത്ഥം. സോ SP എന്ന് ആലോചിച്ചോളൂ. SP എന്ന് ആലോചിച്ച എന്താണ്? സ്റ്റെം ആണ് പ്ലിമ്യൂള് അഥവാ ബീജശീർഷമായിട്ട് മാറുന്നത് അല്ലെ. ആ ബീജശീർഷം വളർന്നിട്ട് സ്റ്റെം ആയിട്ട് കാണ്ഡമായിട്ട് മാറുന്നു. ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് എന്നുള്ളതും എന്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. വെരി ഇമ്പോർട്ടന്റ്. ഡ്യൂറിംഗ് ജെർമിനേഷൻ റാഡിക്കൽ ഇസ് ദ ഫസ്റ്റ് കംസ് ഔട്ട്. റാഡിക്കൽ ഗ്രോസ് സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. റൂട്ടായിട്ട് മാറുന്നത് റാഡിക്കൽ ആണെന്ന് പഠിച്ചു വെക്കുക. പ്ലിമ്യൂൾ എന്ന് പറയുന്നത് ഗ്രോസ് അപ്വേർഡ്, മുകൾ ഭാഗത്തോട്ട് പോകുന്നു. ആൻഡ് ദെൻ അത് എന്തായിട്ട് മാറുന്നു ഇവിടെ മക്കളെ? സ്റ്റെം ആയിട്ട് മാറാണ് ചെയ്യുന്നത്. സോ ദ ജെർമിനേറ്റിംഗ് സീഡ് യൂസസ് ദ ഫുഡ് ഫോർ ദ കോട്ടിലിഡൻ അണ്ടർ ദ ലീവ്സ് ഗ്രോ ഇനഫ് ടു സിന്തസൈസ് ഫുഡ്. പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടൻസ് ആണ്. ദെൻ അടുത്ത ആക്ടിവിറ്റിയിലോട്ട് നമുക്ക് പറയാം. എന്താണ് അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ഹാവിന്റ് യു സീൻ ദ ഫിക്കസ് ട്രീ സ്പ്രൗട്ടിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് സം ബിൽഡിംഗ്? വാട്ട് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫിക്കസ് ഫ്രൂട്ട് help to seeds reach there? ചില കെട്ടിടങ്ങളുടെ മുകളിൽ ആലിൻ തൈകൾ വരുന്നത് മക്കൾ കണ്ടിട്ടില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്? വിത്ത് വിതരണത്തിന്റെ ഫലത്തിന്റെ ഏത് സവിശേഷതയായിരിക്കും അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാ മക്കൾ ഈ ആലിന്റെ ചെടിയൊക്കെ മുകൾ ഭാഗത്തോട്ട് ഉണ്ടാവുക? നമ്മുടെ സീഡിനെ ഡിസ്പേഴ്സ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, വിത്ത് വിതരണം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതിൽ ഏതൊക്കെ വഴിയുണ്ട്? കാറ്റ് വഴി ഉണ്ടാകാം, വിൻഡ് വഴി ഉണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വഴി ഉണ്ടാകാം. നമുക്കറിയാം എന്താ പറയാ, നമുക്ക് കുഞ്ഞു കുഞ്ഞു ആനിമൽസ് അതേപോലെ എന്താ പറയാ ബേർഡ്സുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സ്പ്രെഡ് ചെയ്യാറുണ്ട്. വിൻഡ് വഴി ഉണ്ടാകാറുണ്ട്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ വാട്ടർ വഴി ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഡിസ്പേഴ്സൽ, സീഡ് ഡിസ്പേഴ്സൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു നമ്മുടെ സീഡ് ഡിസ്പേഴ്സൽ ബൈ ബേർഡ്സ് ആൻഡ് ആനിമൽസ്. നമ്മുടെ ജന്തുക്കൾ വഴി വിത്ത് വിതരണം ചെയ്യപ്പെടുക. ആലിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, അത് എഡിബിൾ ആയിട്ടുള്ള ഫ്ലഷി പാർട്സ് ഒക്കെ അത് എന്ത് ചെയ്യാണ്? ഭക്ഷ്യയോഗ്യമായ മാംസല ഭാഗമൊക്കെ എന്ത് ചെയ്യാണ്? എഡിബിൾ ചെയ്തിട്ട് നമ്മുടെ പക്ഷികളായിക്കോട്ടെ ജന്തുക്കളായിക്കോട്ടെ അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് നൈസായിട്ട് കൊണ്ടുപോയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയിടും അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് അതിന്റെ പെക്യുലാരിറ്റി അതൊക്കെയാണെന്ന് പറയാം. സോ നമുക്ക് നോക്കൂ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്പേഴ്സൽ ഓഫ് സീഡുകൾ ഉണ്ട് അല്ലെ. അത് ഓരോന്നിനും ഒരു സവിശേഷതയാണ്. ചിലത് ജന്തുക്കളുടെ മേൽ ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലെ. ചില സാധനങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ തൊടിയിലൊക്കെ നടന്നു പോകുന്ന സമയത്ത് ചില പുല്ലുകള് നമ്മുടെ കാലിൽ കൊട്ടിപ്പിടിച്ചിരിക്കുന്ന എന്റെ മക്കള് കണ്ടിട്ടുണ്ടാവും. അതെന്തിനാന്നറിയോ? സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടാ. വേറൊരു സ്ഥലത്തോട്ട് അവർക്ക് സീഡ് ഈസി ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്യാം, വേറെ വിതരണം ചെയ്യാം, എന്നിട്ട് അവിടെ വളർന്ന് വലിയ ആളാവാം അല്ലെ. അത് വിചാരിച്ചിട്ടാണ്. പിന്നെ ഗമ്മ, അതിന് പശകൾ ഉണ്ടാകുന്നതും ചില ചെടികളിൽ നിങ്ങൾ ചില എന്താ പറയാ മരങ്ങൾ എന്റെ മക്കള് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? വിത്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോയിന്റ് ടിപ്പ്, കൂർത്ത അഗ്രഭാഗങ്ങളുള്ളത്, ഇതൊക്കെ എന്തിനാണ്? നമുക്കറിയാം സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെയും മക്കളോട് ചോദിക്കാം. താഴെ ഒരു പട്ടിക തന്നത് പൂർത്തിയാക്കുക എന്നുള്ള രീതിയിലും ചോദിക്കാം. വിത്ത് വിതരണം ചെയ്യുന്ന രീതി, സസ്യം ഏതാണ്, വിത്തിനുള്ള അനുകൂലനങ്ങളും ചോദിച്ചിട്ടുണ്ട്. കാറ്റ് വഴി നമ്മൾ ഏതാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പൂപ്പൻ താടി അല്ലേ. അപ്പൂപ്പൻ താടി എങ്ങനെയാണ്? അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് 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 നടക്കുന്ന ആളാണ് നമ്മുടെ അപ്പൂപ്പൻ താടി അല്ലേ. സോ കാറ്റ് വഴി ഈസി ആയിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് പോകാൻ പറ്റും. അതെന്താ അതിന്റെ ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാ? കാറ്റ് വഴിയിലെല്ലാ വഴി നടക്കുന്നതിന്റെ റീസൺ എന്താണ്? വളരെ ഭാരം കുറവാണ്, വിത്തിന് തീരെ ഭാരമില്ല അല്ലെ. അതേപോലെ പറക്കാൻ രോമമുള്ള ഭാഗങ്ങളും എന്തിനുണ്ട്? നമ്മുടെ അപ്പൂപ്പൻ താടിക്ക് ഉണ്ട് അല്ലെ. നമ്മുടെ അപ്പൂപ്പൻ താടി നിങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ആളാണ് നമ്മുടെ അപ്പൂപ്പൻ ഡാഡി അല്ലേ. അതേപോലെ തെങ്ങ് ഇവിടെ തന്നിട്ടുണ്ട് എന്റെ മക്കൾക്ക്. തെങ്ങ് എങ്ങനെയാ മക്കളെ വിതരണം ചെയ്യാ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, നല്ല മഴക്കാലത്തൊക്കെ ജലത്തിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി ഒഴുകി നമ്മുടെ തേങ്ങ പോകുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനാന്നാ വിചാരം? അത് സീഡ് ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വിത്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ മധ്യകഞ്ചുകത്തിലെ നാരുകൾക്കിടയിൽ വായു അറകൾ ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് എന്താണ് പാറി പൊങ്ങി 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 നടന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോകും. ഓക്കെ. ഇനി കാശിത്തുമ്പിയാണെങ്കിൽ അത് പൊട്ടിത്തെറിച്ചിട്ടാണ് ഉണ്ടാവുക അല്ലെ. ചില നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബേസ്റ്റ് ചെയ്യുന്നത്, പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതെന്താ അതിന്റെ അനുകൂലം എന്ന് പറയുന്നത്? പൊട്ടുമ്പോൾ ദൂരേക്ക് തെറിച്ചു അല്ലെ, കുറെ അപ്പത്തോട്ട് ഭും 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 എന്ന് പറഞ്ഞ് തെറിച്ചു പോവും. ആ തെറിച്ചു പോകുന്നിടത്ത് വളർന്ന് പുതിയ ചെടിയായിട്ട് മാറാൻ അതിന് പറ്റും. ഇനി ജന്തുക്കൾ വഴിയാണ് നമ്മൾ ആൽമരവും പ്ലാവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിപ്പോ ചക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചക്കയുടെ ഒക്കെ ഓരോന്ന് കഴിച്ചിട്ട് നമ്മുടെ അണ്ണാനായിക്കോട്ടെ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ജീവികളായിക്കോട്ടെ, ജന്തുക്കളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ ഒക്കെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടും. അതിൽ നിന്നും ചക്കക്കുരൊക്കെ മുളച്ചിട്ട് പുതിയതായിട്ടുള്ള തൈച്ചെടിയായി മാറുകയാണെങ്കിൽ, ഭക്ഷ്യയോഗ്യമായ മാംസല ഭാഗമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറഞ്ഞ് വിളിക്കാം? അതും സീഡ് ഡിസ്പോസൽ ആണ് എന്ന് പേര് പറഞ്ഞ് വിളിക്കാം. സോ എന്റെ മക്കൾ ഇതാ ട്രൂ എയർ ആണെങ്കിൽ പാപ്പസ് ആണ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ട്രൂ വീൻസ് ആണെങ്കിൽ കോക്കനട്ട് ആണ്. ട്രൂ ബേസ്റ്റിംഗ് എക്സാമ്പിൾ ആണ് ബൽസാം. അതേപോലെ ട്രൂ ആനിമൽസ് ആണെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ട്രീ എന്നുള്ള കാര്യങ്ങളും എക്സാമ്പിൾസും അതിന്റെ അഡാപ്റ്റേഷൻസും പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. റെഡി? ഇനി നമ്മൾ സീഡ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ആവശ്യം? ചിലപ്പോൾ എക്സ്പെരിമെന്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് വളരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങൾ വേണം ചോദിച്ചാൽ എന്റെ മക്കൾ ആലോചിച്ച് വെക്കുക. ആകെ വേണ്ടത് 2 കാര്യമുള്ളൂ, സോയില് അതേപോലെ സൺലൈറ്റ്. വെള്ളം ആവശ്യമാണോ മക്കളെ? വെള്ളം ആവശ്യമാണോ? അതൊക്കെ നമ്മൾ ഏതിലാണ്? വിത്ത് മുളച്ചതിന് ശേഷമാണ് ആവശ്യം അല്ലെ. നമ്മള് സോയിൽ എന്തിനാവശ്യമാണ്? വിത്ത് വളരാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് അല്ലേ. അതേപോലെ സൺലൈറ്റും ആവശ്യമാണ്. എന്നാൽ വിത്ത് മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യമാണ് നമ്മുടെ വാട്ടർ, എയർ, ഫേവറബിൾ ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നത്. വിത്ത് മുളയ്ക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വിത്ത് വെറുതെ വെക്കാൻ വലിയ വിഷയമൊന്നുമില്ല, വളരാൻ വലിയ വിഷയമില്ല. ബട്ട് അതെന്താണ്? വിത്ത് മുളച്ച് വരണമെന്നുണ്ടെങ്കിൽ അതിലെന്ത് വേണം? ഓഫ് കോഴ്സ് നമുക്കറിയാം, വാട്ടർ വേണം, വെള്ളം വേണം, അതേപോലെ എയർ വേണം. അതുപോലെ അനുകൂലമായിട്ടുള്ള ഒരു താപനില ഉണ്ടെങ്കിൽ മാത്രമേ വിത്ത് മുളച്ച് പുതിയ തൈച്ചെടികളായിട്ട് വരുന്നുള്ളൂ. സോ ഈ പോയിന്റ്സും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് മിസ് എന്റെ മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഷുവറായിട്ടും പഠിച്ചിട്ട് പോവുക. എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന പോർഷൻസ് ആണ്. സോ എന്റെ മക്കൾ എല്ലാവരും അടിച്ചു വിളിച്ച് നമ്മുടെ ക്രിസ്മസ് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്. ബൈ ബൈ, സീ യു.